വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും BNTV ന്യൂസും ഈ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഈ മെഗാ ലക്കി ഡ്രോ സീസൺ 2 എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭവനരഹിതരായ 100 പേർക്ക് വീട് വെച്ചു കൊടുക്കുക. എന്നാലും ഞങ്ങള് ഈ ആശ്രയ സമ്മാന പെരുമഴ തുടങ്ങിയിട്ട് ഏകദേശം 11 മാസത്തോളമായി. ഈ 11 മാസത്തിൽ 3 സെന്റ് വെച്ച് ലഭിച്ചവർ തന്നെ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് കോയിൻ ലഭിച്ചവരുണ്ട്, മൊബൈൽ ഫോൺ ലഭിച്ചവരുണ്ട്, മറ്റ് സമ്മാനങ്ങൾ ലഭിച്ചവരുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം എല്ലാ പേർക്കും ആ സമ്മാനങ്ങൾ കൊടുത്തു. രണ്ടാമത് ഈ വരുന്ന സെപ്റ്റംബർ 30-ാം തീയതി ഞങ്ങൾ അവർക്ക് സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ പ്രമാണങ്ങളും എഴുതി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ പാടെ ഒരു മാറ്റം വരുത്തി ആശ്രയ സമ്മാന പെരുമഴ. അതായത് നമുക്ക് 20 മാസം കൊണ്ട് ഈ ഒരു സമ്മാന പെരുമഴ എന്നേക്കുമായി മതിയാക്കണം. അടുത്ത സീസൺ 3 തുടങ്ങുവാനുള്ള സമയമായി. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമ്മാന പദ്ധതിയുടെ ഭാഗമാകണം. എന്തായാലും ഞങ്ങളുടെ പുതിയ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനെ അറിയാൻ പലർക്കും ആകാംക്ഷ കാണും. കാരണം നിങ്ങളെടുത്ത എല്ലാ ടോക്കനും ഓൾറെഡി ഞങ്ങളുടെ ഈ ഒരു ബോക്സിൽ നിലവിലുണ്ട്. അപ്പൊ ഇത് ഓൾറെഡി ഞങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അവൻ ആ ടോക്കൺ കീറുക കളയുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ട്രസ്റ്റിന്റെ റെസിപ്റ്റാണ് തരുന്നത്. അതിന്റെ കുറ്റികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളത് അക്കൗണ്ടിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സിന് ഞാൻ അതിന്റെ മൂല്യം കണക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സുതാര്യമായ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, നമ്മുടെ പുതിയ പദ്ധതിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ 1-ാം സമ്മാനം 9 വീട് ഒരു കമ്പനി. ഇത് ഞങ്ങൾ തുടക്കം തൊട്ട് 11 മാസം പറഞ്ഞപ്പോൾ ഓരോരുത്തർ പറഞ്ഞു 9 വീടൊക്കെ എങ്ങനെ ചെയ്യും, ഇതെന്തോ അടുത്ത തട്ടിപ്പാണല്ലോ എന്ന് പലരും പറഞ്ഞു. ഞാനത് നിങ്ങൾക്ക് വിവരിച്ചു തരാം. 2-ാം സമ്മാനമായി 10 പേർക്ക് 5 സെന്റ് വെച്ച്, ഒരാൾക്ക് 10 സെന്റ്. അടുത്ത 3-ാം സമ്മാനമായി മഹേന്ദ്ര താർ, അത് ഒരാൾക്ക്. 4-ാം സമ്മാനമായി 3 പേർക്ക് ഡിയോ സ്കൂട്ടർ. 5-ാം സമ്മാനമായി ഗോൾഡ് കോയിൻ 25 പേർക്ക്. 6-ാം സമ്മാനമായി 100 പേർക്ക് ഗൃഹോപകരണങ്ങൾ. ഏകദേശം 175ഓളം സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് ഈ വെറും 1000 രൂപ മുടക്കുമ്പോഴാണ്. ഓരോ മാസവും നിങ്ങൾ 1000 രൂപ വെച്ച് മുടക്കുമ്പോൾ ഏവരും 20,000 ടോക്കൺ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയിൽ യഥാർത്ഥത്തിൽ ഇടുന്നത്. അത് നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാൻ കൂടുതൽ ചാൻസ് ലഭിക്കും. അപ്പൊ ഈ പദ്ധതി 2026 സെപ്റ്റംബർ 30-ാം തീയതി ആരംഭിക്കും. അതിനൊരു ക്യാപ്ഷൻ ഉണ്ട്, ടോക്കൺ തികയുന്ന മുറയ്ക്കും. സെപ്റ്റംബർ ഉച്ചയ്ക്കായിരിക്കും. നാളെ ടോക്കൺ തികഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ആദ്യത്തെ നറുക്കെടുപ്പ് നടത്തും. മാസം 1000 രൂപ വെച്ച് 20 മാസം കൊണ്ട് ഈ പദ്ധതി അവസാനിക്കുന്നു. എന്റെ മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകർ, നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധാകുലരായി കേൾക്കണം. മാസം 1000 രൂപ വെച്ച് 20 മാസം കൊണ്ട് ഈ പദ്ധതി അവസാനിക്കുന്നു. എല്ലാ മാസവും 30-ാം തീയതി 4:30 വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തിരുവനന്തപുരം ജില്ല SUT റോഡിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് ലൈവിലൂടെ നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. ഈ ട്രസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ആണ് ഇത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രമുഖമായ SUT മെഡിക്കൽ കോളേജിലോട്ട് കയറി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർക്ക് വേണോ നിങ്ങളുടെ ഓഫീസിൽ വരാം, നിങ്ങൾക്ക് പരിശോധിക്കാം. 3 മാസ നറുക്കെടുപ്പിൽ സമ്മാനം അതാണ് ഏറ്റവും, അതായത് ഒരു മാസം നിങ്ങൾക്ക് 1000 രൂപ മുടക്കുന്ന വ്യക്തിയായ നിങ്ങൾക്ക് ആ ഒരു സമ്മാനത്തിൽ സമ്മാനം 1-ാം സമ്മാനം 5 ലക്ഷം രൂപ വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടയ്ക്കണ്ട. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു തവണ നിങ്ങൾ 1000 രൂപ നിങ്ങൾ മുടക്കുമ്പോൾ ടോക്കൺ നിങ്ങൾക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കേ വേണ്ട. എല്ലാ മാസവും 30-ാം തീയതി 4 മണിക്ക് മുമ്പ് പൈസ നൽകുന്നവർക്ക്, അതൊരു ടേംസ് ആൻഡ് കണ്ടീഷനാണ്. നമ്മുടെ എല്ലാ മാസവും 30-ാം തീയതി 4:30 നറുക്കെടുപ്പ്. 4 മണിക്ക് മുമ്പ് പൈസ നൽകുന്നവർക്ക് മാത്രമേ ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുവാൻ സാധിക്കൂ. നറുക്ക് വീഴുന്ന വ്യക്തിക്ക് ആദ്യ മാസം, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, ഗൾഫിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നതോ അല്ല. ഇതൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അധിപൻ കൂടിയായ ഞാൻ നിങ്ങളോട് പറയുന്ന വാചകങ്ങളാണ്.
നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഞാനിതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീഗലായിട്ട് പോവാം. ഇത്രയ്ക്ക് വ്യക്തമായിട്ട് ഞങ്ങൾ പറയണമെങ്കിൽ കേരള സർക്കാരുകളുടെ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റും അതോടൊപ്പം ചാനലും. നിങ്ങൾക്ക് NGO ഗൂഗിളിൽ കയറിയിട്ട് NGOയിൽ കയറിയതിന് ശേഷം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നടിക്കുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ അഡ്രസ്സും ഈ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓഫീസിന്റെ അഡ്രസ്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാകുലരായി കേൾക്കണം. ഞറുക്ക് വീഴുന്ന വ്യക്തിക്ക് ആദ്യ മാസം 5 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. അടുത്ത് 2 മുതൽ 5 മാസം വരെ 50,000 രൂപ. 2 മുതൽ 5 മാസം വരെ ആവുമ്പോൾ ഏകദേശം എത്രയായി? 2 ലക്ഷം രൂപ. അപ്പം 5 × 2 7 ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും. തീർന്നില്ല, അവിടെയാണ് നമ്മുടെ ഹൈലൈറ്റ്. അടുത്ത് 6 മുതൽ 10 മാസം വരെ 7,000 രൂപ വെച്ച് കിട്ടും. ഒരു മാസം 75,000 രൂപ. 4 മാസം ആകുമ്പോൾ എത്രയായി? 3 ലക്ഷം രൂപയായി. 3 ലക്ഷം രൂപ. അപ്പൊ ഇവിടെ 7ഉം 3ഉം എത്രയായി? 10 ലക്ഷം രൂപയായി. നിങ്ങൾ വളരെ ശ്രദ്ധാകുല. നിങ്ങൾക്ക് മുടക്ക് ഒരു മുടക്ക് ചിലപ്പോൾ 1000 രൂപ മുടക്കുന്ന ആളിലായിരിക്കും അത് കിട്ടുന്നത്. അടുത്ത് 11 മുതൽ 20 മാസം വരെ, അതായത് 9 ലക്ഷം രൂപ കിട്ടും. അപ്പൊ എത്രയായി? 19 ലക്ഷം രൂപയുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ 20 മാസം ഈ ഒരു ഞറുക്കെടുപ്പിൽ. അത് ഒരു തവണ നിങ്ങൾക്ക് ഞറുക്ക് വീണ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 9 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗൾഫിൽ കഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൈ നിറയെ വീട് വയ്ക്കണമെങ്കിൽ വീട് വയ്ക്കാം, സ്വർണം വാങ്ങണമെങ്കിൽ സ്വർണം വാങ്ങാം, നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തണമെങ്കിൽ കല്യാണം നടത്താം, മകന്റെ കല്യാണം നടത്തണമെങ്കിൽ നടത്താം. നിങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധാകുലമായി ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു തത്സമയ വീഡിയോയിൽ ഞാൻ പറയുന്ന ഉപയോഗങ്ങളെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ പറയുന്ന ഓരോ വാചകങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകളെ സംബന്ധിച്ച് നിങ്ങളെ ഓരോരുത്തരുടെ ഈ സന്തോഷമാണ് ഞങ്ങളുടെ വിജയം. നിങ്ങളെ പടുകുഴിയിലോട്ട് തള്ളിയിട്ടതിന് ശേഷം അതിൽ സന്തോഷിക്കുന്നവൻ മനുഷ്യനല്ല. നിങ്ങൾ ഓരോരുത്തരും 1 രൂപ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നല്ലതുപോലെ അറിയാവുന്നവരാണ് ഞങ്ങൾ. പല മേഖലയിലും പണിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പല മേഖലയിലും പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിപ്പോ 47 വയസ്സായി. ഈ 47 വയസ്സായ ഈ ഒരു സമയത്തിനുള്ളിൽ പല മേഖലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ചൂടിൻ്റെതായ, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയുടെ കഷ്ടപ്പാട് എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളായ നിങ്ങളോട് പറയുന്നത്, 20 മാസം ആകുമ്പോൾ സമ്മാനം വീഴുന്ന ആളിന് 19 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ചെറിയ കാര്യമല്ലത്. നിങ്ങൾ ആരും തട്ടിക്കളയരുത്. നിങ്ങളത് കറക്റ്റായിട്ട് ഇതിന്റെ ഭാഗമാകണം. വെറും 20,000 പേര് മാത്രമേ ഈ ഒരു സമ്മാന പദ്ധതിയുടെ ഭാഗമാകുന്നുള്ളൂ എന്നുള്ളതിൽ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർന്നില്ല. ഈ പദ്ധതി ചേർന്നതിന് ശേഷം മുടക്കം, അത് നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഈ പദ്ധതി ചേരുന്നതിന് ശേഷം മുടക്കം വരുത്തുന്നവരുടെ പദ്ധതി നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. പക്ഷെ അവർക്ക് പണം തിരിച്ചു നൽകുന്നതല്ല. അടുത്തത്, ഞറുക്കെടുപ്പ് വിവരങ്ങൾ വാട്സാപ്പ് വഴിയും VMTV ന്യൂസിന്റെ ലൈവ് വഴിയും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്നത് അതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടോക്കൺ എടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും VMTV ന്യൂസിന്റെ യൂട്യൂബ് ചാനലും VMTV ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജും നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണം. കാരണം ഇത് രണ്ടുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ഇടാൻ പറ്റാത്ത, കാരണം ഇതൊരു സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ചാനൽ മാത്രമല്ല, നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ്. അപ്പൊ ഞങ്ങള് ആ ഒരു സമയത്തിന്റെ ഇടയിൽ ചിലപ്പോൾ ഞങ്ങളുടെ ഈ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുമോ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസും ഞങ്ങളെ പറ്റിച്ചു. പക്ഷെ അതുകൊണ്ടാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ലൈവ് മുടക്കം വരാതെ നിങ്ങൾക്ക് കിട്ടുവാൻ സാധിക്കും. അടുത്തതായി മാസം ഞറുക്കെടുപ്പ് നടക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങളായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കാനുള്ള മാസം ഞറുക്കെടുപ്പ് നടക്കുമ്പോൾ മെഗാ ഞറുക്കെടുപ്പിൽ പറഞ്ഞിരിക്കുന്ന സമ്മാനങ്ങളിലെ ഓരോ വീട്, ചുരുക്കി പറഞ്ഞാൽ 1 കോടി രൂപയ്ക്കകത്തുള്ള വീടുണ്ട്, 50 ലക്ഷത്തിനകത്തുള്ള വീടുണ്ട്,
75 ലക്ഷത്തിനകത്തുള്ള വീടുണ്ട്. 50 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു വീടും അതിലില്ല. അപ്പൊ അതും ഓരോ വീട് വീതം നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുകയാണ്. തീർന്നില്ല. ഭവനരഹിതരായ 5 പേർക്ക് നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളായ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പുകളായ 5 കുടുംബങ്ങൾക്കാണ് ഭവനം ഒരുക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ 5 കുടുംബങ്ങൾക്ക് ഭവനം ഒരുക്കുക ചെറിയ കാര്യമല്ല. അതിനാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 5 കുടുംബങ്ങൾ 20 മാസമാകുമ്പോൾ എത്രയായി? 100 പേർക്ക് ഭവനം. അതാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസിന്റെയും ആ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. ഓരോ മാസവും നിർദ്ധരായ ഒരു യുവതിക്ക് 10 പവന്റെ സ്വർണ്ണാഭരണവും കല്യാണ ചെലവും. നമ്മുടെ ട്രസ്റ്റിലെ തന്നെ പല അംഗങ്ങൾക്കും ഒരു ഖേദം പ്രകടിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ വായിച്ച ഒരു കാര്യം. കാരണം 10 പവന്റെ സ്വർണ്ണമാകുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ ചെലവ് വരും. ഒരു സാധാരണ ഒരു കുട്ടിയുടെ കല്യാണം നടത്തുമ്പോൾ എങ്ങനെയായാലും ഒരു സാധാരണ രീതി നടക്കുമ്പോൾ 2 ലക്ഷം രൂപയാവും. അപ്പൊ എത്രയായി? 17 ലക്ഷം രൂപ. എന്റെ മകളുടെ കല്യാണമായാൽ ഞാനത് ചെലവാക്കൂലേ? അത് എന്റെ മകൾക്ക് കണക്കല്ലേ നിങ്ങൾക്കുള്ള മകൾ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എന്റെ മകളെ ഇപ്പം 20 ലക്ഷം മുടക്കി ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചുവിടാൻ നിൽക്കും. ആ സ്ഥാനത്ത് നിങ്ങളുടെ മകളായാലും അത് ഞങ്ങളുടെ കുട്ടിയാണ്. അതുകൊണ്ടാണ് 10 പവന്റെ സ്വർണം കൊടുത്ത് ആ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട് ഞങ്ങൾ ഈ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ ഭഗവാന്റെ നിങ്ങളെയും കടാക്ഷം കൊണ്ടത് നടക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളാൽ ഞങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ഇല്ല, ക്യാൻസർ പേഷ്യന്റ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കെട്ട് നോട്ട് കൊണ്ട് പോയാലും അതിൽ തിരിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല. കംപ്ലീറ്റ് ലാബുകളിലും ഓരോ ചെക്കിങ്, ആ ചെക്കിങ്, ഈ ചെക്കിങ്. അപ്പൊ അങ്ങനെ അതിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ നിരവധി അമ്മമാരാണ് ഓരോ നിമിഷവും എന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുണ്ട്. അതായത് അതിൽ തന്നെ നിരവധി പേർക്ക് ഒരു സഹായം അവർക്ക് ആകെ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ മാത്രം കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് അത് അവിടെ ഇവിടുന്ന് വണ്ടി പിടിച്ച് ഒരു ആംബുലൻസ് പിടിച്ച് അവിടെ പോകുമ്പോൾ അത് തീരും. അപ്പൊ ആ സാഹചര്യത്തിലുള്ള നിരവധി പേരെ സഹായിക്കുവാന് അവർക്ക് വേണ്ടുന്ന ഒരു വിഹിതം കൊടുക്കാൻ നല്ലൊരു എമൗണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രീ ഡയാലിസിസ് സെന്റർ, കിഡ്നി പേഷ്യന്റ് ആയ നിരവധി പേരാണ് സഹോദരങ്ങളാണ് നമ്മുടെ ഈ പുതിയ തലമുറയിൽ മദ്യപാനവും അതോടൊപ്പം തന്നെ നമ്മുടെ ആഹാര രീതികളിലെയും വ്യത്യാസവും അതോടൊപ്പം തന്നെ നിരവധി അസുഖബാധിതരാണ്. അവരൊക്കൊന്നും യഥാർത്ഥത്തിൽ ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെന്റർ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് സമയത്ത് നടക്കാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പൊ അതിற்கு ഫ്രീ ആയി, നിങ്ങൾ ഈ ഒരു വാക്ക് എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഞാൻ പറയുന്ന ഈ വാക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോളണം. ഫ്രീ ആയിട്ട് ഡയാലിസിസ് സെന്റർ അവർക്ക് ഫ്രീ ആയിരിക്കും. തികച്ചും ഭക്ഷണം വരെ ഞങ്ങൾ നൽകി ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്യുവാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത്. മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ശാരദാലയം സേകക്കോട്. ശാരദ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാണ്. ആ പേരിൽ, ആ നാമത്തിൽ, എൻ്റെ അമ്മയുടെ അതേ നാമത്തിൽ തന്നെ ശാരദാലയം സേകക്കോട് എന്നൊരു സ്വപ്ന പദ്ധതിയാണ്. സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ മക്കളാൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെ. അത് ഇന്നത്തെ സാഹചര്യത്തിൽ മക്കൾ തല പൊങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മകൻ അച്ഛനെ അടിക്കും, അല്ലെങ്കിൽ മകൻ അച്ഛനെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ അമ്മേനെ കുത്തിക്കൊല്ലും. ആ ഒരു വാർത്തകളാണ് നിങ്ങൾ നിരന്തരവും കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരായ ഒരു സഹോദരന്മാരെയും അല്ലെങ്കിൽ ഒരു സഹോദരിമാരുടെയും അല്ലെങ്കിൽ അച്ഛനമ്മമാരെയും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ളവരെ ഏറ്റെടുക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റിയും തൊഴിൽ മാർഗങ്ങൾ ഉൾപ്പെടെ ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ഏറ്റവും വലിയ പങ്കാളിയായി ഞങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് VMTV ന്യൂസ്. VMTV ന്യൂസും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ്, വിഘ്നേശ്വര മീഡിയ TV പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ VMTV ന്യൂസ് എന്നുള്ള ചാനല്. അതിന്റെ പ്രവർത്തനവും ഇതിനു വേണ്ടിയും ഒരു പകുതിയോളം സമയം ഇതിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്.
ഇത് തികച്ചും ചാരിറ്റി പ്രവർത്തനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് തികച്ചും ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതങ്ങനെ പറയാൻ കാരണം, ഇത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇന്ത്യക്കകത്ത് എന്തെല്ലാം ലൈസൻസ് വേണോ ആ ലൈസൻസുകളെല്ലാം കരസ്ഥമാക്കി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ദിവസത്തെ പോലും മുടക്കമില്ലാതെ ഇൻകം ടാക്സ് കൊടുത്തു വരുന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇവിടെ തന്നെ പല ക്രിസ്തീയ ട്രസ്റ്റുകളും മുസ്ലിം ട്രസ്റ്റുകളും നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ പലരും ജനങ്ങളിൽ നിന്ന് പൈസ സമാഹരിച്ചതിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോലും 1 രൂപ പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് സൈറ്റിൽ എല്ലാം ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പിൽ ഗൂഗിളിൽ കയറിയാൽ നിങ്ങൾ ആരെ കുറിച്ച് അടിക്കുമ്പോഴും എന്തിനെ കുറിച്ച് അടിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തരും ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകണമെന്ന് പറയാനാണ് ഞങ്ങൾ ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനൊരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോയാലോ, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ട്രസ്റ്റിലെ ബന്ധപ്പെട്ടവർ മരണപ്പെട്ടു പോയാലോ, നമുക്ക് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ, എല്ലാം പടച്ചവൻ അല്ലെങ്കിൽ നമ്മുടെ യേശുക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ദൈവം അവർ വിചാരിക്കുന്ന കണക്കിരിക്കും. ഞാൻ ഈ ഇരുന്ന ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് അവസാനിക്കാൻ ദൈവം പറയണമെന്ന് ഹർഷകുമാർ നാളെ വാക്ക് പറയണ്ട, അല്ലെങ്കിൽ ഹർഷകുമാറിന്റെ ഈ നാക്ക് നാളെ പൊങ്ങണ്ട എന്ന് ദൈവം പടച്ച തമ്പുരാൻ തീരുമാനിച്ചാൽ നമുക്കത് അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാനേ പറ്റൂ. അതിനുശേഷം വെറും നിശ്ചലമായി ഭൂമിയോട് ചേർന്ന് പോകുന്ന വസ്തുവായി മാറുന്ന ആണ് നമ്മുടെ മനുഷ്യജന്മം. ഇതിനകത്ത് എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നമ്മുടെ വീക്ഷിക്കാൻ ദൈവം എന്നുള്ളൊരു ഘടകം മോളിലുണ്ട്. അതിന് പ്രത്യേകിച്ച് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഉള്ള ഒരു തരംതിരിവും ദൈവങ്ങൾക്കില്ല. നമ്മളാണ് ആ തരംതിരിവുണ്ടാക്കുന്നത്. സർവശക്തനായ ദൈവം എന്നുള്ളൊരു ഒരു പരാശക്തി യഥാർത്ഥത്തിൽ നമ്മളുടെ മുകളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അളന്നു തൂക്കിയേ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരാൾക്ക് ദോഷം വരുന്ന, അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ കുഴിയിലോട്ട് തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ കുളത്തിലെടുത്ത് എറിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റൊരു ജീവിത മാർഗത്തിലോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ദൈവം നമ്മുടെ മുന്നിൽ അകലും. അതേപോലെയാണ് വ്യക്തമായ ഒരു ചാരിറ്റി പ്രവർത്തകനും. ഒരു ചാരിറ്റി പ്രവർത്തകൻ യഥാർത്ഥ ചാരിറ്റി പ്രവർത്തകനായാൽ അവൻ ദൈവത്തിന്റെ കണ്ണിലെ ഏറ്റവും വലിയ ഒരു അമൃതാണ്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാനീയ അമൃതം എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റി പ്രവർത്തകൻ യഥാർത്ഥ ചാരിറ്റി പ്രവർത്തകനായി വരുമ്പോൾ അവന് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സഹോദരങ്ങളായ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രജകളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തുവാൻ വേണ്ടി ദൈവം നമ്മളോടൊപ്പം നിൽക്കും. ഇതിന്റെ സത്യസന്ധമായി ഞാൻ പറയാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാം, ഞങ്ങളുടെ ഈ ഒരു പദ്ധതിക്ക് ഇറങ്ങിയത് ഞങ്ങൾക്ക് നന്നാകുവാനോ ഞങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കുവാനോ ലക്ഷങ്ങൾ ഉണ്ടാക്കുവാനോ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം എൻ്റെ 2 മക്കൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ ജീവൻ നിലനിൽക്കുന്ന കാലത്ത് പാവപ്പെട്ടവരായ അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്തവരായ 100ഓളം ആൾക്കാർ അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരെ സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തതിന് ശേഷം, അത്രത്തോളം സഹായം ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം സന്തോഷം ലഭിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ദൈവീയ കാരുണ്യം ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ചാരിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ട് എൻ്റെ ബിസിനസ് മേഖലയിൽ എനിക്കറിയാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളും ഞാൻ ചെയ്യുന്ന ഓരോ മേഖലയിലും പലർക്കും അറിയാം. ആ മേഖലയിലെല്ലാം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചാരിറ്റി പ്രവർത്തകരാണ് ഞങ്ങൾ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ 1-2 പേര് പറയുന്ന കണക്ക് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ് ആശ്രയ സമ്മാന പരിപാടിയുമായിട്ട് രംഗത്ത് വന്ന ഒരാളല്ല ഞാൻ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ ഞാൻ നിൽക്കുന്ന സമയത്തും നമ്മുടെ ഒരു നിവൃത്തിയുമില്ലാത്തവരെ എൻ്റെ കൂടെ അണച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളോട് ഈ തത്സമയ വീഡിയോ പറയുന്ന ഈ നിമിഷം വരെ നിങ്ങൾ ഓരോരുത്തരെയും എന്നാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അറിയാലോ നമ്മുടെ ബിസിനസ് മേഖലകളെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഓരോ
രാഷ്ട്രീയ പാർട്ടികൾ കയറി ഓരോ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ സാധാ തട്ടിലുള്ള ഓരോ മേഖലയുള്ള സാധാരണപ്പെട്ട തൊഴിലാളികളെ അവർ ചിന്തിക്കാതെ വരുമ്പോൾ പല മേഖലയും ഇല്ലാതായി പോകും. അവരൊന്നും ചിന്തിക്കുന്നില്ല. സാധാരണ ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ ഓരോ മേഖലയും വളരെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കൾ ഇതൊക്കെ ചിന്തിക്കുന്നില്ല. അവർ വിചാരിക്കുമോ അവിടെ ഉള്ള റോഡ് ഞാൻ റെഡിയാക്കി, അല്ലെങ്കിൽ അവിടെ ഉള്ള പാലം ഞാൻ റെഡിയാക്കി. ഒരു റോഡും പാലവും റെഡിയാക്കുന്നത് നല്ലതാണ്. അതിൽ കൂടെ പോകാൻ മനുഷ്യൻ അതിൽ കൂടെ പോകാൻ അവരൊരു മനസ്സ് വരണമെന്നുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കഞ്ഞിവെപ്പ് വേണം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ അരി കിട്ടണം, അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ അതിന് വേണ്ടുന്ന പൈസ വേണം, അല്ലെങ്കിൽ അവന്റെ മക്കളെ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം സർക്കാർ ഒരുക്കണം. അല്ലാതെ ഒരു റോഡിലൂടെ അടിപൊളിയായിട്ട് കാറിൽ പോവുകയോ ഒരു പാലത്തിലൂടെ നടന്നു പോകുമ്പോഴോ അവന്റെ വീട്ടിലെ മക്കളെ വളർത്താൻ പറ്റൂല. നിങ്ങളൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കണം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ തിരിഞ്ഞ് ചിന്തിച്ചു നോക്കണം. 1000 രൂപ വെച്ചുള്ള 20,000 ടോക്കൺ മാത്രമാണ് ഈ പദ്ധതി സ്വീകരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് വ്യക്തമായി ആർക്ക് വേണോ എന്ന് പരിശോധിക്കാം. 20,000 എന്ന സ്ഥാനത്ത് ഒരു ടോക്കൺ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ നിയമ നടപടി ഞങ്ങളുടെ സ്വീകരിക്കാൻ സാധിക്കും. അതേപോലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിന് പരിമിത സമയം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ 11 മാസമായി ഈ ഒരു സമ്മാന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ 4.5 കോടി ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും VMTV ന്യൂസിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ചറിയാം. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്നറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സഹോദരങ്ങൾ ടോക്കൺ എടുക്കും. അതുകൊണ്ട് പിന്നെ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഞങ്ങൾക്ക് വരരുത്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വെറും മാസം 1000 രൂപ വെറും തുച്ഛമായ ഒരു എമൗണ്ടാണ്. എന്ത് ചെയ്താലും 1000 രൂപ വെച്ച് നിങ്ങൾ 20 തവണ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞാൽ 19 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. 19 ലക്ഷം മാത്രമല്ല, ഈ 50 ലക്ഷം 25 ലക്ഷം 30 ലക്ഷത്തോളം ഉള്ള ഓരോ വീടുകൾ. അതോടൊപ്പം തന്നെ അതിലൊരു കമ്പനിയുണ്ട്. കമ്പനിക്ക് ഏകദേശം 1.5-2 കോടിക്കകത്ത് വിലയുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ സുവർണ അവസരം കിട്ടിയത് ഒരു കാരണവശാലും നമ്മുടെ സഹോദരങ്ങളായ എന്റെ കൂടപ്പിറപ്പുകളുടെ ഞാൻ സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അതുപോലെ 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന വ്യക്തിക്ക് 5 ടോക്കൺ അത് ഒരേ നമ്പറിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. കാരണം ആ നമ്പർ നിങ്ങൾക്ക് 20 മാസവും കിട്ടും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്ന നിങ്ങൾക്ക് 5 ടോക്കൺ ലഭിക്കും. പക്ഷേ ഒരു നമ്പറിലാണ് ഈ 5 ടോക്കൺ. എല്ലാ മാസവും ആ നമ്പറിൽ തന്നെ 5 ടോക്കൺ ലഭിച്ചു. അങ്ങനെ ഒരു കാര്യം. നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ നമ്പർ 1 ആണ്. അപ്പൊ 1 5 ടോക്കൺ. അടുത്ത മാസം വീണ്ടും 1 5 ടോക്കൺ. അപ്പൊ എത്രയായി? 20 മാസം ആകുമ്പോൾ നിങ്ങൾ 100 ടോക്കൺ ഇതിനകത്ത് കിടക്കും. അപ്പൊ ഞങ്ങൾ തത്സമയ വീഡിയോയിലൂടെ ഞറക്കിയെടുക്കുമ്പോൾ നിങ്ങളെ 100 ടോക്കൺ കിടക്കും. നിങ്ങളുടെ ആ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടാൻ ഒരു സുവർണ അവസരം നിങ്ങൾക്ക് ദൈവം തരും. അപ്പൊ നിങ്ങൾ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കിട്ടും? 19 ലക്ഷം കിട്ടും. അതോടൊപ്പം തന്നെ അടുത്ത ടോക്കൺ നിങ്ങൾക്കുള്ളതാണെങ്കിൽ 50 ലക്ഷത്തിന്റെ വീട് വയ്ക്കാം. സുവർണ അവസരമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, കളയരുത് നിങ്ങൾ. സുവർണ അവസരമാണ് ഇത്. തട്ടിപ്പോ വെട്ടിപ്പോ മായമോ മന്ത്രവാദമോ ഒന്നുമല്ല. ഇപ്പൊ തന്നെ ആൺ ദൈവങ്ങൾ നിരവധി പേര് ഈ ഭൂലോകത്തിൽ അത്രയും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ ചുമ്മയാണ്. നമ്മളെ പടച്ച തമ്പുരാൻ, അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ നമ്മുടെ യേശുക്രിസ്തു, ഇവരെല്ലാം ഒരു ആള് ഭൂമിയിൽ ജനിക്കുമ്പോഴേ അവർ തീരുമാനിക്കും ഇവൻ ഏതൊക്കെ നിലയിലാവണം, ഇവൻ ആരെയെല്ലാം സഹായിക്കാൻ അവന് മനസ്സുണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇവനുള്ള രീതി എന്നുള്ളത് അവര് തലയിൽ വരച്ചിട്ടുണ്ട്. ആ വര അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന ഈ ഒരു മഹാപദ്ധതിയിലായിരിക്കാം നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയരുത്. പരിമിത സമയം മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു പദ്ധതിക്കുള്ളത്. എന്തായാലും തത്സമയ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം സമ്മാനം നേടുവാനുള്ള ഈ ഒരു മഹാപദ്ധതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയാകണം.
മടിച്ചു വെക്കരുത്, അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റവൻ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്, അല്ലെങ്കിൽ ഇപ്പുറത്തിരുന്നവൻ പറയുന്നത് നിങ്ങൾ കേട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സ് തുറന്ന് അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്തുള്ള വാക്കുകൾ നിങ്ങളോട് ഞാൻ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് നിന്ന് കോടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാനോ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതെല്ലാം ഞാൻ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് 120ഓളം അപേക്ഷകളിലൂടെ വന്നിട്ടുണ്ട്. അതിൽ തന്നെ 50% വരെ അംഗവൈകല്യമുള്ള ഒരു 10-25 പേരുണ്ട്. ആ പാവങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണീരിൽ നിന്ന് കണ്ണുനീര് അടർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അത്രയ്ക്ക് നിവൃത്തിയില്ലാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ 11ഓളം കുടുംബങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ, 11 കുടുംബങ്ങളാവുമ്പോൾ ഏകദേശം 100-120ഓളം അവരെ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളതാണ്. അവരെ കണ്ണീരൊപ്പാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതുവഴി എനിക്കുള്ള പുണ്യം ലഭിക്കും. എനിക്കത് മതി, എനിക്ക് ആ ഒരു പുണ്യം മതി. എൻ്റെ ഈ കാണുന്ന ഈ ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ എനിക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ദൈവം ഒരു അവസരം തന്നതാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ. ആ ഒരു അവസരം നിങ്ങളോട് ഞാൻ എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരോടും പറഞ്ഞ് നിങ്ങൾ ഈ സമ്മാന പദ്ധതിയിലാവാം. പെട്ടെന്ന് ആവണം. കാരണം 20,000 പേര് മാത്രം മതി. ഈ 20,000 പേര് നിങ്ങൾ 20 മാസം കഷ്ടപ്പെടുന്ന അതിൽ നിന്ന് ചെറിയൊരു അംശം മാത്രമാണ് 1000 രൂപ. അങ്ങനെ എവിടെ കറങ്ങിയാലും 1000 രൂപ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മിച്ചം പിടിക്കുന്ന ആ ഒരു 1000 രൂപ ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആ ഒരു കോഡിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗൂഗിൾ പേയിലോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ലാപ്ടോപ്പിൽ ഞങ്ങൾ സേവ് ചെയ്തേക്കും. അതോടൊപ്പം തന്നെ ഈ ആശ്രയയുടെ ബോക്സിലും നിങ്ങൾ ഇരിക്കും. അതോടൊപ്പം തന്നെ മറ്റവർക്ക് നമ്മുടെ നേരത്തെ ആശ്രയ സമ്മാന ടോക്കൺ എടുത്തവർക്ക് ഒരു സംശയം ഉണ്ടാവാം. 500 രൂപയ്ക്ക് ടോക്കൺ എടുത്ത് നിങ്ങൾ 500 രൂപ കൂടെ തരണം, എങ്കിലേ നിങ്ങൾക്ക് ഈ സമ്മാന പദ്ധതിയിൽ പങ്കാളിയാവാൻ പറ്റൂ. 250 രൂപയ്ക്ക് എടുത്തവർ നിങ്ങൾ 750 രൂപയും കൂടെ തരണം. പക്ഷെ 1000 രൂപ എടുത്തവർ നിങ്ങൾക്ക് ആദ്യത്തെ മാസം നിങ്ങൾ തരണ്ട. 2ാമത്തെ മാസം തൊട്ട് നിങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ തന്ന 1000 രൂപ നഷ്ടപ്പെടും. എന്തായാലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും BMTV ന്യൂസും ഈ 100 ഭവനരഹിതരായ 100 പേരെ സഹായിക്കുവാനും വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മഹാപദ്ധതി, എളിയ പദ്ധതി എന്ന് ഞാൻ പറയുന്നില്ല, മഹാപദ്ധതി വിജയിപ്പിക്കേണ്ടത് നിങ്ങളെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനൊരു പങ്കാളിയാവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വഴികാട്ടിയാവാൻ മാത്രമാണ് ഞാൻ ഈ ഒരു തത്സമയ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ തരുന്ന 1000 രൂപയ്ക്ക് എന്തായാലും ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് ഈ തത്സമയ വീഡിയോയിലൂടെ അറിയിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു തത്സമയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മാന്യ സഹോദരങ്ങളായ പ്രേക്ഷകർ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു തത്സമയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.